സ്നേഹവും വാത്സല്യവും തന്നെ ഞാൻ വളർത്തി. അതുകൊണ്ട് തന്നെ എന്റെ ദുശാഠ്യങ്ങൾക്കെല്ലാം ഞാൻ വഴങ്ങി. നീ വളർന്നു വലുതായപ്പോൾ നിന്നെ നിയന്ത്രിക്കാനുള്ള ശക്തി എനിക്ക് നഷ്ടപ്പെട്ടു. എന്റെ ഇപ്പോഴത്തെ പോക്കും തീരുമാനങ്ങളും എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നതോടെ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ വിവാഹം ഒരു വഴിത്തിരിവാണ്. നിനക്ക് യോജിച്ച ഒരു പുരുഷനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. പക്ഷെ എന്റെ അനുഭവം നിനക്കുണ്ടാകരുതെന്ന് കരുതി പറയുകയാണ്. നീ പറഞ്ഞു ഇത് ഒരു വിധത്തിലും നിനക്ക് യോജിച്ചവനല്ല. അവനെ നമ്മയ്ക്ക് തെറ്റുപറ്റിയത്. ആചാരമനുസരിച്ച് കുലവും ഗോത്രവും നോക്കി വീട്ടുകാർ നടത്തിയ അമ്മയുടെ വിവാഹ ജീവിതത്തിൽ താളപ്പിഴകൾ സംഭവിച്ചില്ല. എത്രകാലം ബന്ധം നീണ്ടു നിന്നു. എനിക്ക് 2 വയസ്സുള്ളപ്പോൾ എന്നെ അമ്മയെ ഉപേക്ഷിച്ചു ആ മനുഷ്യൻ ഇവിടെ ഇറങ്ങിപ്പോയില്ലേ? ഞാൻ തുറന്നു പറയുന്നത് അമ്മയ്ക്ക് വേണമെന്ന് തോന്നി. അമ്മയ്ക്ക് പറ്റിയ അബദ്ധം എനിക്ക് സംഭവിക്കണമെന്ന് നിർബന്ധമുണ്ട്. അമ്മ പുറത്തുനിന്ന് പറഞ്ഞില്ല അമ്മയ്ക്കൊന്നും നിയന്ത്രിക്കാൻ സാധിച്ചില്ലല്ലോ. എന്നെ നിയന്ത്രിക്കാനും സ്നേഹിക്കാനും കഴിയുന്ന ഒരു പുരുഷനെ ഞാൻ ഇഷ്ടപ്പെട്ടു, സ്നേഹിച്ചു. ആ മനുഷ്യനുമായുള്ള വിവാഹം നടത്തി തരണമെന്ന് ഞാൻ പറഞ്ഞത്. അമ്മയ്ക്ക് ഇഷ്ടമില്ലെന്നല്ല, പക്ഷേ വേറൊരു ബന്ധത്തിന് ഞാൻ അതിർക്കരുത്. രവീന്ദ്രൻ ഒന്നും പറഞ്ഞില്ലല്ലോ. സോറി മാഡം, അവരുടെ എനിക്കിഷ്ടമാണ്. പക്ഷെ അവൾ സങ്കല്പിക്കുന്ന രീതിയിലല്ലെന്ന് മാത്രം. അവർണയല്ലേ പറഞ്ഞത്. അതൊരു ഉറച്ച തീരുമാനമായിട്ട് കരുതണ്ട. അല്പം കഴിയുമ്പോൾ താനേ മാറിപ്പോകും. എനിക്ക് എന്നെ നന്നായിട്ട് അറിയാം. ഞങ്ങൾ തമ്മിൽ ഒരു കമ്പാരിസണും ഇല്ല. ഞാൻ ആജ്ഞാപിച്ചാൽ അനുസരിക്കുന്ന, എരിയെന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്നവർ തന്നെയാണ് എനിക്ക് ആവശ്യം. അവർണയ്ക്ക് ചോദിച്ച എത്രയോ നല്ല മനസ്സിലുണ്ട് വേറെ. അവളുടെ ഭാവി നശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിനക്ക് മതിയായില്ലേ? എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലല്ലോ. സ്വാഭാവികമായി തന്നേക്കാൾ ഉയർന്നൊരു ബന്ധം വരുമ്പോൾ ആർക്കും തോന്നാവുന്നത് എനിക്കും തോന്നുള്ളൂ. അത് എന്റെ ധാരണയല്ലേ? അയാൾ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാനുള്ള വിദ്യാഭ്യാസം എനിക്കുണ്ട്. നിനക്കെങ്ങനെ അറിയാം അയാളുടെ ഗുരു പറഞ്ഞാൽ അയാൾ അനുസരിക്കുമെന്ന്? എനിക്കറിയാം. ഇതിയുടെ ഗുരു എന്ത് പറഞ്ഞാലും ഇതി അനുസരിക്കും. അയാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ഇപ്പോഴും തീരുമാനിക്കണം. അമ്മയ്ക്ക് വരാൻ ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. നമുക്ക് തിരിച്ചു പോവാം. വേണ്ട വേണ്ട, എനിക്ക് വേണ്ടി ആരും തിരിച്ചു പോകണ്ട. നിന്നെ കെട്ടിച്ചയക്കാൻ ഞാനിനി അയാളുടെ കാലം പിടിക്കാം. അമ്മ ആരുടെ കാലം പിടിക്കണ്ട, ഞാൻ പിടിച്ചോളാം. ഇത് ഭ്രാന്താണ്, മുഴുവൻ ഭ്രാന്ത്. ഒരാൾ മുഖത്ത് നോക്കി നിങ്ങളുടെ മകളെ ഇഷ്ടമല്ലെന്ന് പറയുക, എന്നിട്ട് വരാതെ പറയാൻ നടന്ന് അയാളുടെ അടുത്ത് പിച്ചക്കാരെ പോലെ യാചിക്കുക. എന്റെ മോളെ കെട്ട്, എന്റെ മോളെ കെട്ടുന്നു.